നമ്മള് ബെറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇതിൽ ഒരാൾ എന്നോട് എതിർക്കാൻ നിന്നാൽ ഞാനും അംഗീകരിക്കും. ഇല്ല, ഒരാൾ അംഗീകരിക്കട്ടെ, ഒരാൾ അംഗീകരിക്കട്ടെ, ഒരാൾ അംഗീകരിക്കട്ടെ. ഞങ്ങള് പറഞ്ഞിട്ടില്ല ഇവൻ കേറി ഏറ്റതാണ് അല്ലേ? അല്ലല്ല, ആരെന്നോട് ചോദിച്ചത്? എന്നോട് ചോദിച്ച വ്യക്തി ഇവനാണ്. അവന് മുന്നോട്ട് വരാണ്, ഞാൻ ഓക്കെയാണ്. എന്നാണെങ്കിലും രണ്ടാം മത്സരത്തിൽ 3-0 വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്രസീലിന്റെ ആരാധകർ. എന്തായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ കളി ഫസ്റ്റ് ഹാഫും നല്ല ഉഷാറായിട്ട് 3 കളിച്ചു. പിന്നെ നമ്മൾ ടീം ജസ്റ്റ് ഒരു കളിയായിരുന്നു. രണ്ടാമത്തെ ചെറുതായിട്ട് പ്രതിരോധത്തിലൊരു കളിയായിരുന്നു. പക്ഷെ കളി വിലയിരുത്തുകയാണെങ്കിൽ ആ ടീമിലോട്ട് അങ്ങനെ കളിച്ചാൽ മതി. ഓവറായിട്ട് ഗോൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കളി വെച്ച് നോക്കുമ്പോൾ നല്ല കളിയാണ്. കഴിഞ്ഞതിനേക്കാൾ ഉഷാറായി കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ വിനീഷ്യസ് അടിച്ച ഗോൾ നല്ല ഗോളായിരുന്നു. മൂന്നാമത്തെ ഗോള് നല്ല ഗോൾ. നെയ്മർ അടുത്ത കളിയിൽ ഇറങ്ങാൻ ചാൻസ്. നെയ്മർ പരിക്കുന്ന ഫുള്ളായിട്ട് മുക്തായിട്ടില്ല. അടുത്ത കളി ഇറങ്ങും. കളി ഉഷാറ് കളിയല്ലേ? ഒരു 5-6 അടിക്കണം എന്ന് കരുതിയതാ. പക്ഷെ മതി. ചെറിയ ടീമാകുമ്പോ 2-3 എത്തുമ്പോ നിർത്തുന്ന. അല്ലെങ്കിൽ ബ്രസീലിന്റെ വില പോവില്ല. ഞങ്ങൾക്കും ഇല്ല ഒരു വില. കളി മോശമാണ്, വളരെ മോശമായിരുന്നു. ഇതാണ് വിമർശനം. റൊണാൾഡോനെ എത്ര വിമർശിച്ചാലും അവന്റെ കംബാക്ക് അടുത്ത കളി മുതൽ നിങ്ങൾ കാണേണ്ടിയിരിക്കും. ഇതേപോലെ ഫൈനലിസ്റ്റിൽ ഫസ്റ്റ് പാർട്ടിയിലായിട്ട് ഫസ്റ്റ് ടീം പോർച്ചുഗൽ ആയിരിക്കും. എതിർ ടീമിൽ ആരാണെന്നുള്ളത് നിങ്ങൾ നോക്കി കണ്ടാൽ പോർച്ചുഗൽ ഫൈനലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടടിക്കും. ബെറ്റാണ് കേട്ടോ, ബെറ്റാണ്. പോർച്ചുഗൽ ടീം കളി സൂപ്പർ തന്നെയാണ്. നമുക്ക് പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും ജയം മാത്രമേ ഉള്ളൂ, കാണണം, അത്രേ ഉള്ളൂ. ഒന്നും പറയാല്ല. കപ്പ് നമ്മൾ നോക്കും, കപ്പ് നമ്മൾ കൊണ്ടുപോകും, ബ്രസീലോട്ട് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നെ പല പറഞ്ഞുകളും പലതും പറയും, ഞങ്ങള് കണക്കെടുക്കാറില്ല. നല്ലൊരു ടീമിനെ ഇതുവരെ കളിച്ചിട്ടില്ല. നിങ്ങള് നല്ലൊരു ടീമിലോട്ട് മുട്ടിയിട്ടില്ല. റൗണ്ട് ഓഫ് 32 നിങ്ങൾ പുറത്തായിരിക്കും. മൊറോക്കോ നല്ല ടീമല്ലേ? ഫസ്റ്റ് കളി നല്ല ടീമല്ലേ? 5ാം സ്ഥാനം 6ാം സ്ഥാനക്കാരാ കളിച്ചത്. അത് ആലോചിക്കണം. നിങ്ങൾ എത്രാം സ്ഥാനത്തോടെ കളിച്ചത് അത് നോക്ക്. ഈ കളിയല്ല, ഫസ്റ്റ് കളികളല്ലേ നല്ല കളില്ല. എത്രാം സ്ഥാനം? നിങ്ങൾ ഫസ്റ്റ് കളിച്ചത് നോക്ക്. എത്രാം സ്ഥാനം? ഫസ്റ്റ് കളിച്ച സ്ഥാനം നോക്ക്. എത്ര 87 സ്ഥാനം? 87 സ്ഥാനക്കാരാ. 45. എങ്ങനെ കളി? ഈ കളി കൊണ്ട് കോലിലോ വേൾഡ് കപ്പ് എങ്ങനെ സ്വന്താക്കാനാ? ഇന്ന കോലി എന്താണ് ഒരു കാട്ടിക്കൂട്ടി ബ്രസീലില് കളി എന്ന് പറയില്ല. എന്താ ഒരു കാട്ടിക്കൂട്ടി ഗ്രൗണ്ടിൽ ആകെ കടന്നു വരക്കല്ലേ കടന്നിട്ട്. ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വേൾഡ് കപ്പ് എടുക്കൂല. 100% ഉറപ്പാണ്. നിങ്ങളെ ബെറ്റ് വെച്ചോളി, ഒരിക്കലും എടുക്കൂല ബ്രസീൽ. ഒരു കാര്യമില്ല, കളി തീരല്ല. ഇതുകൊണ്ടൊന്നും വേൾഡ് കപ്പിൽ എങ്ങനെ നിങ്ങൾ യോഗ്യത കരസ്ഥമാക്കിയത്? ഞങ്ങൾ 3 ഗോളിനാണ് ജയിച്ചിട്ടുള്ളൂ. അതേ കളിയിൽ ബ്രസീൽ കളിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ വർത്താനം പറയണ്ട. അർജന്റീന കപ്പ് എടുത്തിട്ടില്ലെങ്കിൽ ഈ മുട്ടടിക്കോ? കപ്പ് എടുത്തിട്ടില്ലെങ്കിൽ മുട്ടടിക്കോ? പറയണ എല്ലാവരും നിങ്ങൾ മുട്ടടിക്കാൻ തയ്യാറാണോ? അല്ല, ഇത്രയും ആൾക്കാരുണ്ടല്ലോ. ആരെങ്കിലും ഒരാള് വേണം. ഇത്രയും ആൾക്കാരുണ്ടല്ലോ. ഒറ്റാള് ധൈര്യത്തിലുണ്ടോ? ബ്രസീൽ ആരാധകർക്ക് വെല്ലുവിളിയാണ്. 2002 കപ്പ് എടുത്ത 24 വർഷമായിട്ട് ഇപ്പൊ എടുക്കാതെ ഒരാള് വായ മുന്നോട്ട്. ഇത്രയും ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ടീമാണ് കൊണ്ടുപോകും. നമ്മൾ എന്തിനാ വെല്ലുവിളി ഏറ്റെടുക്കണം? നമ്മൾ കപ്പടിക്കുന്ന ടീമാണ്. ഞങ്ങള് മുട്ടടിക്കാൻ നിന്ന് അതിനെ ഞങ്ങൾക്ക് അതുപോലെ പറഞ്ഞ തെറ്റിപ്പോയതാണ്. ബ്രസീൽ പറഞ്ഞു കഴിഞ്ഞാല് എത്ര പിന്നിക്ക് തിരിച്ചു വന്നിട്ട് ഒരു കപ്പടിക്കുന്ന ടീമാണ്. അത് വേൾഡ് കപ്പ് ആണെന്നില്ല, ഏതൊരു കപ്പ് അടിച്ചിരിക്കും. പിന്നെ എത്ര കളിക്കണ് കോപ്പ അടിച്ചിടാ, കോൺഫിഡൻസ് അടിച്ചിടാ, മറ്റേ ഒളിമ്പിക്സ് അടിച്ചിടാ. എന്തൊക്കെ അതുപോലെ മേജർ കളിയല്ലേ? അതല്ല
ആകെ പറയല്ല എന്ന് വെച്ചാൽ നെഞ്ഞത്ത് 5 സ്റ്റിക്കർ അല്ലാതെ ഗ്രൗണ്ടിലെ കളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാല്ല. ഗ്രൗണ്ടിലെ കളിനെ കുറിച്ച് പറയും. ഇന്ന് എന്ത് കളികൾ കളിച്ച് നിങ്ങളാ എന്ത് കളികൾ കളിച്ച് നിങ്ങൾ ഇതാണ് കളി. ഇന്ന് കടന്നു വരങ്കലാണ് ഇത് കളി എന്ന് അറിയില്ല. എന്താണെങ്കിലും ബ്രസീൽ 3-0 ജയിച്ചതിന്റെ ആശ്വാസം തീർക്കുന്നുണ്ട്. പക്ഷേ ഈ കളി പോരാന്ന് നിങ്ങൾ പറയുന്നത്. കളി പോരാ, തീരെ പോരാ. ഇതൊന്നും കളിയല്ല. വെടിവെക്കാൻ തയ്യാറല്ലോ, മുട്ടടിക്കാൻ തയ്യാറാണോ? ഇപ്പൊ നമ്മള് ബെറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇതിൽ ഒരാൾ എന്നോട് എതിർക്കാൻ നിന്നാൽ ഞാനും അംഗീകരിക്കും. പറ്റില്ല. ഇല്ല, ഒരാൾ അംഗീകരിക്കട്ടെ, ഒരാൾ അംഗീകരിക്കട്ടെ, ഒരാൾ അംഗീകരിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവൻ കേറി ഏറ്റതാണ് അല്ലേ? അല്ലല്ല, ആരെന്നോട് ചോദിച്ചത്? എന്നോട് ചോദിച്ച വ്യക്തി ഇവനാണ്. അവന് മുന്നോട്ട് വരാണ്, ഞാൻ ഓക്കെയാണ്. എന്താണെങ്കിലും ബേപ്പൂരിലെ PV അൻവറിനെ പറ്റി പോലെ ആകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ബ്രസീലിന്റെ ജയത്തോടെ ബ്രസീൽ ആരാധകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ ഇതൊന്നും ഒരു ജയമല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അർജന്റീനക്കാരും പോർച്ചുഗലുകാരൊക്കെ. എന്നാലും ലോകകപ്പിന്റെ ആവേശം മുഴുവൻ മലപ്പുറത്ത് തന്നെയാണ്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.